ഹായ് ഫ്രണ്ട്സ്, ഒരു പിടി മൈദമാവ് കൊണ്ട് നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ്, ബാത്റൂം ഇവയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്നത്തേത്. എപ്പോഴും നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. നമ്മളിപ്പോൾ 1-2 ആഴ്ച ഒന്ന് തുടക്കാൻ വൈകിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളത് ഫ്ലോറിൽ കുറേ കറുത്ത കുത്തുകൾ കാണാറുണ്ട്. ഇത് നമുക്ക് ഉരച്ച് കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ആ ഒരു ബ്രഷ് വെച്ചിട്ടൊന്നും ഇതങ്ങനെ പെട്ടെന്ന് പോവുകയില്ല കേട്ടോ. ലാസ്റ്റ് സ്ക്രബൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് കളയാറുള്ളത് ഇതിങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ ഈ മൈദമാവ് വെച്ചിട്ട് നമുക്ക് ഒറ്റ ഒരയിൽ തന്നെ അതങ്ങ് പോക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്ന ഈ ഒരു ലിക്വിഡ് തികച്ചും ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലാണ്ട് നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമുക്കിതുപോലെ ടോയ്ലറ്റും അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. പിന്നെ ഇതാ ഞാൻ ടോയ്ലറ്റ് ക്ലീനർ എടുത്തിട്ടുണ്ട്. നമ്മളെ ഫ്ലോർ ക്ലീനർ ഏതായാലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതാ ഇതുപോലെ കുറച്ചധികം തന്നെ ഒരു കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മൈദമാവ്. ഒരു പിടി മൈദമാവ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. എന്നാൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് അതൊക്കെ പൂക്കാൻ വേണ്ടി പറ്റും. ഞാനത് ആ കപ്പിലേക്കിട്ട് നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ബാത്റൂമിൽ ചളീനെയും കാണും കൂടുതൽ ഈ ഒരു കറുത്ത കുത്തുകളാണ് കേട്ടോ വളരെ പെട്ടെന്ന് വരാറുള്ളത്. അത് നമുക്ക് അങ്ങനെ അധികം ഉരക്കുക വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് കാണുന്നില്ലേ, ഇതൊക്കെ അത്യാവശ്യം നമ്മൾ ഉരച്ച് കളയാൻ കുറച്ച് പണിയുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത്രയും നല്ല സംഭവമാണ് കേട്ടോ. ഇനിതാ നമ്മൾ ഇതല്പം വെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് എല്ലായിടത്തും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്നത് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ഫ്ലോറിലൊക്കെ ഒന്ന് തളിച്ച് വെക്കുക കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു കറുത്ത കുത്തുകളുള്ള ഭാഗത്ത് കുറച്ച് അധികം നല്ല രീതിക്ക് അത് ഫില്ലാവുന്ന വിധത്തിൽ ഒഴിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് വേണമെന്നില്ല. ഇതിൻ്റെ ഒരു ഇത് തട്ടിയാൽ തന്നെ മതി. ഇങ്ങനെയൊക്കെ മതി കേട്ടോ. ആ ഒരു ഏരിയ തന്നെ ക്ലീൻ ചെയ്യാൻ അത്രയും മതി. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിൻ്റെ മേലെ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെറും ഒരു 5 മിനിറ്റ് നമ്മളിത് ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ബ്രഷ് എടുത്ത് ഉരച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ഈ ബാത്റൂമൊക്കെ കഴുകാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ബ്രഷാണല്ലോ ഇത്. ആ ചെറിയ ബ്രഷാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് എന്താ പറയുക, ഇതാകുമ്പോൾ നമുക്ക് കുറച്ചധികം ഏരിയ ഉണ്ടല്ലോ ഇതിൽ തന്നെ. കണ്ടില്ലേ, നിങ്ങൾക്കത് അത് പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. ആ കറുപ്പൊക്കെ കണ്ടില്ലേ, ഞാനിത് ഒറ്റ കയ്യിൽ വെച്ചിട്ട് ഒരു കൈ ഫോണും പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. മൈദമാവ് ഇത്തരം ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യാൻ ബെസ്റ്റാണ്. ഇനിയിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മൈദമാവ് അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ മൈദമാവൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ. ഒരു പിടി മാത്രമേ മൈദ നമുക്ക് എടുക്കേണ്ടതുള്ളൂ, അത്ര അധികം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കണ്ടില്ലേ, ഞാൻ വളരെ പെട്ടെന്നാണ് അതിപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ വിളക്കൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൈദമാവ് നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനം. കണ്ടില്ലേ, ഞാൻ ഇവിടെ വെച്ച് വലിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. ആ വലിക്കുന്ന സ്ഥലത്തേയുള്ള ഫ്ലോറും അതിന് തൊട്ടിപ്പുറത്തുള്ളത് ആ ഒരു കളർ ചേഞ്ച്. അതായത് നമ്മളെ ഈ വിളക്കൊക്കെ തുടക്കാൻ ഞാൻ മൈദമാവ് വെച്ചിട്ട് ഒരു ഇത് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ എഫക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് ബാത്റൂമിലും കൂടെ ഒന്ന് പ്രയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. പക്ഷെ നല്ല എഫക്റ്റീവാണ് സംഭവം. നമ്മൾ പൊതുവേ ഈ കറുത്ത കളർ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ഉരച്ച് കളയാൻ ഭയങ്കര ടാസ്ക്കാണ്. എനിക്കിഷ്ടമേ അല്ല ആ സമയത്ത് കളയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു ഗൈസ്. ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ്. കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെ പെട്ടെന്ന്. അതുപോലെ ഇനി നമ്മളെ പൈപ്പ്, നേരത്തെ ഞാൻ പൈപ്പിന് മേലെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കുന്നേ ഉള്ളൂ കൈ വെച്ചിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാനധികം ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം തന്നെ അതിൻ്റെ തഴുക്കൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. പൊതുവേ ആണെങ്കിൽ നമ്മൾ ഒരു സോപ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളതൊന്ന് ഉരച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നേരത്തെ കണ്ടതും ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഫ്ലോറിൽ മാറ്റം മനസ്സിലാവുന്നുണ്ടല്ലോ. ആ കറുത്ത കളറൊക്കെ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. എല്ലാം നമ്മൾ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നവർ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളും എങ്ങനെയുണ്ട് എന്നൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ.
അതുപോലെ തന്നെ മൈദമാവ് വെച്ചിട്ട് ഞാൻ വിളക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.